അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. നിങ്ങളുടെ പ്രയാസത്തെ ദൂരപ്പെടുത്താൻ ഇതാരും ആരുടെ കയ്യിലും ഉള്ളതല്ലല്ലോ. ആരുടെ കയ്യിലും ഭൗതികമായ ചില സഹായങ്ങൾ സഹായിക്കാൻ സാധിക്കുമെന്നല്ലാതെ നമുക്കറിയാവുന്നതുപോലെ ഒരു മനുഷ്യന് അള്ളാന്റെ കഴിവ് അവന് കൊടുക്കാത്തതായ, അള്ള മാത്രം ഏറ്റെടുത്തതായ രോഗം മാറ്റുക പോലോത്തതായ ആ മഹാ കഴിവ് കൽപ്പ് അത് അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. രക്ഷിക്കുക, രക്ഷിക്കുക, പ്രയാസങ്ങൾ ദൂരപ്പെടുത്തുക, മുൽത്തറായ അവസാനത്തെ ആ മേഖലയിൽ രക്ഷപ്പെടുക എന്നതാണ്. ഒരാള് പ്രയാസത്തിൽപ്പെടുന്ന സന്ദർഭം, മുൽത്തർ എന്ന് പറഞ്ഞാല് രക്ഷപ്പെടാൻ മാർഗമേ ഇല്ല. ആ സന്ദർഭത്തിൽ അഥവാ പ്ലെയിനിൽ കയറി. നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയാണ്, ഞാൻ പ്ലെയിനിലുണ്ട്, എൻ്റെ കൂടെ ധാരാളം പാകിസ്ഥാനികളും മറ്റു രാഷ്ട്രക്കാരുമുണ്ട്. എന്നിട്ടോ പ്ലെയിന് സാധാരണക്ക് വിപരീതം കിലിങ്ങാൻ ആരംഭിച്ചപ്പോൾ പലരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സൗദികളൊക്കെ അല്ലോ അല്ലോ എന്ന് പറയാണ്. അപ്പോൾ മൂപ്പര് പറയാണ്, അതേ സമയത്ത് സൗദികളല്ലാത്ത വിദേശികൾ നിന്നിട്ട് പലരും അവിടെ മൊയ്തീശേത്തേ മദരീങ്ങളെ എന്നൊക്കെ പറയാണ്. എൻ്റെ ഭാഷയിലാണ് കേട്ടാ, നമ്മുടെ ഭാഷയിലും അത് പരിഭാഷപ്പെടുത്താണ്. ഇത് മൂപ്പര് കേട്ടപ്പോൾ മൂപ്പര് അത്ഭുതപ്പെട്ടു. സൗദി അറേബ്യയിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരൊരു പ്രാസംഗികനാണ്. മൂപ്പര് പറയാണ്, മക്ക കാഫിരീങ്ങൾ പണ്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ അല്ലാ എന്ന് പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. അത് ഞാൻ സാധാരണ പ്രസംഗിക്കാറുണ്ട്. ഇവർ ഈ അപകട മേഖലയിലേക്കും അള്ളാനെ വിളിക്കാത്തവരോ എന്ത് ഗതി കെട്ടവരാണ്, എന്ത് ഈമാനാണ് ഇവരുടെ ഈമാൻ, ആരിൽ നിന്നിട്ടാണ് ഇവർ പഠിച്ചത്, എന്താണ് അവരുടെ ഇസ്ലാം എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി, പ്രയാസപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, മുൽത്തർ ഭാര്യ ഗർഭിണിയാണ്, പ്രസവ വേദന വന്നു. അപ്പോൾ പതിവനുസരിച്ച് ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണമാണ്, നാം എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്നിട്ടോ ഡോക്ടറെ ഏൽപ്പിക്കും. എന്നിട്ട് നാം ഒന്നുകൂടി പറയും, ഡോക്ടറെ ശ്രദ്ധിക്കണം കേട്ടാ, കുട്ടിയെ രക്ഷപ്പെടുത്താൻ, എൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ, എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ. ഭാര്യയുടെ കുട്ടിയേക്കാളും മുമ്പ് ഭാര്യയാണല്ലോ മുഖ്യം. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ, കാരണം പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. പണ്ടൊക്കെ ഓപ്പറേഷൻ നടത്തിയാൽ പിന്നെ ജീവിക്കലില്ല എന്നാണ്. ഏത് കുട്ടിയെ എടുക്കാന്നുള്ള പ്രശ്നമുണ്ടല്ലോ, എടുത്തു കഴിഞ്ഞാൽ ഒന്നൊരിക്കൽ കുട്ടി മരിക്കും, അല്ലെങ്കിൽ ഉമ്മ മരിക്കും, അല്ലെങ്കിൽ രണ്ടാളും മരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലാണ് അത് അവിടുന്നൊക്കെ ഈ വിജ്ഞാനപരമായിട്ട് മെഡിക്കൽ വകുപ്പ് പുരോഗതി പ്രാപിച്ചത് കാരണത്താൽ രക്ഷപ്പെടാൻ ആരംഭിച്ചത്. പണ്ടങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല നമുക്കൊരു ഉദാഹരണം എടുക്കാം. എന്നിട്ടോ അള്ളാഹ് പറയുന്ന, അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ, നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുന്ന മേഖലയിൽ ഡോക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഡോക്ടറെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നീ വിട്ടുനിന്ന് എന്ത് കാട്ടും? സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബേ എൻ്റെ കുട്ടിയെയും കുട്ടിയുടെ കുട്ടിയെയും രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കും. അല്ലേ? ജനിക്കാൻ പോകുന്ന കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടിയേട്ടാ. ഇങ്ങനെ ആ പ്രാർത്ഥിക്കേണ്ട രംഗത്തിലാണ് മാല, അവിടെയാണ് മറ്റു മാലകൾ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാനെ അവഗണിക്കൽ വന്നു. മുൽത്തറായ റബ്ബിനോട് ചോദിക്കേണ്ട മേഖലയിൽ റബ്ബിനെ ഒഴിവാക്കി മറ്റുള്ളവരിലേക്ക്, അവിടെ അള്ളാഹ്ക്കല്ലാതെ കയ്യില്ല, അള്ളാന്റെ കയ്യിലാണ് അവിടെ രക്ഷപ്പെടുത്തുന്ന ആ കഴിവുള്ളത്. ഈ ഡോക്ടറുടെ കയ്യിൽപ്പെട്ടതൊക്കെ ഡോക്ടറെ പറഞ്ഞേൽപ്പിച്ചു. എന്ത് ശ്രദ്ധിക്കണം? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന മാധ്യമങ്ങൾ നിങ്ങൾ കൈകൊള്ളണം. ഭൗതിക മാധ്യമങ്ങൾ മൂപ്പർക്ക് അറിയുന്ന കാര്യങ്ങൾ മൂപ്പരെ കൈകൊള്ളൂ. എന്നാൽ അതിനപ്പുറമുള്ളതോ അള്ളാഹുവിന്റെ കയ്യിലാണ്. അവിടെയാണ് അമ്മയുജീബുൽ മുൽത്തറ, ആ ഗതികെട്ട സന്ദർഭം, ആ പ്രയാസപ്പെട്ട മേഖല, ഇടുങ്ങിയ മേഖല, ആ മേഖലയിൽ മുൽത്തറായ മനുഷ്യൻ റബ്ബേ റബ്ബേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ ആരുണ്ട്? നിങ്ങൾക്ക് രക്ഷിക്കാൻ ആരുണ്ട്? ഇദാ ദഅാഹു, റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് പറയുന്നു, അയിലാഹും അള്ളാന്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഇലാഹുണ്ടോ നിങ്ങളെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് നഫീസത്തിൻ ബീബി അല്ല, മൊയ്തീമാലന്റെ ഉടമയല്ല, ആരുമല്ല, അള്ളയാണ് അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ആരെങ്കിലും ആ സമയത്ത് അള്ളാഹ് അല്ലാത്തവരോട് അവിടുന്ന് ചോദിക്കുമ്പോൾ, മുൽത്തർ ചോദിക്കുമ്പോൾ ആരായി മാറി? ആ ചോദിക്കുന്ന മനുഷ്യൻ മുശ്രിക്കായി മാറി, ചോദിക്കപ്പെടുന്ന മനുഷ്യൻ ഇലാഹ് ആയി മാറി. അപ്പോൾ നീ അവിടെ ചോദിക്കുന്നത് നഫീസത്തി ബീവിയോടാണെങ്കിൽ നഫീസത്തി ബീവിയെ നീ ഇലാഹാക്കി മാറ്റി.
മൊയ്തീമാലയിൽ ആണെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനെ നീ ഇലാഹാക്കി മാറ്റി. ഇത് ഖുർആൻ പറയുന്ന ശൈലിയാണ്. ഏത്? നീ മുത്തറിനോട് ചോദിക്കുമ്പോൾ അവിടെ അള്ളാഹു അല്ലാതെ ഇലാഹ് വേറെയുണ്ടോ, അഥവാ നീ അവിടെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അവരെ ഇലാഹാക്കലായി മാറി എന്ന് ഖുർആൻ പറയുന്ന തത്വമാണ് എന്ന് മക്ക ഇമാമ് എന്ന് വിശദീകരിച്ച് സംസാരിച്ച അദ്ദേഹത്തിന്റെ ഖുതുബയുടെ ഒരു ശൈലിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വെച്ചത്.